നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. സമ്പാദ്യക്കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സമ്മാനിക്കുന്ന വിദ്യാർത്ഥികളുടെ പതിവ് രീതി തെറ്റിച്ച് വളാഞ്ചേരിയിൽ സഹോദരങ്ങളായ 2 വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സ്വരൂപിക്കാൻ കടല വിൽപ്പനയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ മിടുക്കർ. തങ്ങളുടെ സമ്പാദ്യക്കുടുക്ക പൊട്ടിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഇവർ മൂലധനമായി വിനിയോഗിച്ചത്. ഇവർ വളാഞ്ചേരിയിലെ മുഹമ്മദ് ഹസ്രത്ത് അലിയും മുഹമ്മദ് സിനാനും. പുറമണ്ണൂർ AMUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഹസ്രത്ത് അലി. മുഹമ്മദ് സിനാൻ ഇതേ സ്കൂളിൽ 2ാം ക്ലാസ്സിലും പഠിക്കുന്നു. കൊടുമുടി കമ്പത്ത് മുഹമ്മദ് അലിയുടെയും കിഴക്കേക്കര കിഴക്കത്തുപറമ്പിൽ സുമയ്യയുടെയും മക്കളാണ് ഇരുവരും. കടലയുമായി കൊടുമുടി അങ്ങാടിയിലും വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും ഇവർ എത്തും. കടല കച്ചവടത്തിലൂടെ ലഭിക്കുന്ന തുക മുഴുവൻ സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഇവരുടെ തീരുമാനം. സമ്പാദ്യക്കുടുക്കയിലെ പണത്തെ കച്ചവടത്തിലൂടെ അധികരിപ്പിച്ചാണ് ഇവർ ദുരിതാശ്വാസ നിധിക്ക് താങ്ങേകുക. 50-ലധികം കുട്ടികളെ നഷ്ടപ്പെട്ട വയനാടിന്റെ അതിജീവനത്തിനായി ഇവർ നടത്തുന്ന ചെറിയ ശ്രമത്തിന് നാട്ടുകാരിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും വില പോലും ചോദിക്കാതെ പണം നൽകി കടല വാങ്ങും. ആവശ്യമില്ലെങ്കിലും ഇവരുടെ ഉദ്യമത്തെ പിന്തുണയ്ക്കാനായി കടല വാങ്ങുന്നവരും ഏറെയാണ്. സ്കൂൾ വിട്ടെത്തിയ ശേഷവും അവധി ദിവസങ്ങളിലുമാണ് കച്ചവടം. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ചൂരൽമല ഗവൺമെന്റ് ഹൈസ്കൂളിലെ 32 കുട്ടികളും മുണ്ടക്കൈ സ്കൂളിലെ 11 കുട്ടികളുമാണ് മരണപ്പെട്ടത്. എഡിറ്റർ ലൈവ്, വളാഞ്ചേരി. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്.